ഹലോ, ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നില്ല. ഇന്നത്തെ വീഡിയോ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം ചെറിയ തിരക്കുകളിൽ പെട്ടത് കാരണമാണ്. എന്നും രാവിലെ ചപ്പാത്തിയാണോ എന്നായിരിക്കും ചിന്തിക്കുന്നുണ്ടാവില്ലേ. ഇവിടെ എല്ലാവർക്കും അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഭക്ഷണം ചപ്പാത്തിയാണ്. പാറുമോൾക്ക് അടക്കം അത്യാവശ്യം എന്താ പറയുക, ചപ്പാത്തിനോട് തന്നെ ഇഷ്ടം. പുട്ടെല്ലാം മോൾക്ക് ഇത്തിരി മടിയാണ് തിന്നാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ വേറെയൊക്കെ ആക്കും. ചപ്പാത്തി തന്നെ കൂടുതലാക്കുക. ഗോതമ്പ് പൊടിച്ച് വെച്ചാൽ അത് തീരോളം അത് ഒന്നിക്കൊന്നരാടെ ചപ്പാത്തീൻ്റെ പണി തന്നെ ചേർക്കും. പിന്നെ ചിക്കൻ്റെ ഒരു പീസ് ഇന്നലത്തെ കുഴിമന്തിൻ്റെ ബാലൻസ് ഉണ്ടായത് ഞാൻ ഇന്നലെ മാറ്റി വെച്ചത് ഇന്ന് ഞാൻ എടുത്ത് അവന് ചിക്കൻ പൊരിച്ച തന്നെ വേണം അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അത് തന്നെ എടുത്ത് ഒരു കഷ്ണമുള്ളത് പൊരിച്ച് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച്. അതിൻ്റെ കൂടെ കുറച്ച് നെയ്ച്ചോറായിരുന്നു ആക്കി കൊടുത്തിട്ടില്ല മോനെ. നാളെ എല്ലാവർക്കും ലീവാണല്ലോ. ഇന്നലത്തെ എൻ്റെ കുഴിമന്തിൻ്റെ റെസിപ്പി കണ്ടിട്ട് ആരും പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരും അത് സ്കിപ്പ് ചെയ്യാതിട്ട് കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അത് ഉണ്ടാക്കി നോക്കണം. ഞാനത് അത്രയും ഉറപ്പ് പറയാൻ, ഞാൻ ആദ്യമായിട്ടാണ് ഇന്നലെ ഞാനത് ഉണ്ടാക്കി നോക്കിയത്. ആ ഫസ്റ്റ് ടൈമിൽ തന്നെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കുഴിമന്തി എന്താ പറയുക, ആ ഒരു റെസിപ്പി നിങ്ങൾ മിസ്സാക്കുകയേ ചെയ്യരുത്. ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്നിട്ട് കമൻ്റ് അറിയിക്കണം. ആ ഒരു വീഡിയോ തന്നെ പറയണമെന്നില്ല, ജസ്റ്റ് എനിക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ അറിയിക്കാതിരിക്കരുത്. അപ്പോൾ ഇന്ന് മോന് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടുന്നത് നെയ്ച്ചോറും ഒരു ചിക്കൻ പൊരിച്ചാണ്. പിന്നെ രാവിലത്തെ തക്കാളി എന്താ പറയുക, ചപ്പാത്തിക്ക് വെച്ച ഉള്ളി തക്കാളി വാട്ടിയത് ഉണ്ട്, അതും കൂടിയാണ് കൊടുത്തത്. ഞാൻ ഓവനിലിട്ടിട്ടാണ് ഇന്ന് ചിക്കൻ പൊരിക്കുന്നത്. ഇന്നലെ ഞാൻ അവനെ എണ്ണയിൽ വെച്ചിട്ടാണ് ചെറിയ തീയിലിട്ടിട്ട് പൊരിച്ചു കൊടുത്ത്. ഇന്ന് കുറച്ച് വലിയ പീസായത് കാരണം ഞാൻ വലിയ പാത്രം എടുത്ത് പൊരിക്കണ്ടേ. അതിലും നല്ലത് ഓവനിലാകുമ്പോൾ നല്ല എന്താ പറയുക, നല്ല ഡ്രൈ ആയിട്ട് ഓപ്ഷൻ ഉണ്ടല്ലോ, എന്താ പറയുക, പൊരിക്കാൻ വേണ്ടിയിട്ട് ഡ്രൈ ആയിട്ടുള്ളത് കൊണ്ട് എല്ലാം ഉണ്ട്. അപ്പോൾ ഞാനിന്ന് ഗ്രില്ല് ചെയ്ത് കൊടുക്കിയത്. ആദ്യം ഒന്ന് വേവിച്ചതിന് ശേഷം ഗ്രില്ലിൽ ചെയ്തിട്ട് കൊടുക്കുക ചെയ്ത് അവന്. മോക്ക് പിന്നെ വേണ്ടല്ലോ, അംഗൻവാടിയിലുള്ള ഫുഡ് അവർക്ക് ഉണ്ടല്ലോ, അതുകൊണ്ടൊന്നും കൊണ്ടുപോകൊന്നും വേണ്ട. അപ്പോൾ അതിന് നെയ്ച്ചോറാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായത്. പിന്നെ എന്തെല്ലാം ഉണ്ട്, പിന്നെ എൻ്റെ വിശേഷങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. ഓരോ തിരക്കിൽ ആകുന്നതുകൊണ്ട് അത്യാവശ്യം വീഡിയോസ് ഇടയ്ക്ക് കുറയുന്നുണ്ട്. നമ്മുടെ ലിയോ പെണ്ണിനെ കണ്ടിട്ടുണ്ടാവുമല്ലോ, അത്യാവശ്യം ലിയോ പെണ്ണിൻ്റെ വീഡിയോ ഒക്കെ ഇടാറുണ്ട്. പിന്നെ ഇതാ ചപ്പാത്തിയാണ്. ചപ്പാത്തിക്ക് ഇന്ന് ഇത്തിരി വെള്ളം കൂടിപ്പോയി, അതിൻ്റെ ചെറിയ മിസ്റ്റേക്ക് അതിന് നല്ലപോലെ ഉണ്ട്. ഇല്ലെങ്കിൽ നല്ല സ്മൂത്തായിട്ട് കറക്റ്റ് വെള്ളത്തിലെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ചപ്പാത്തി പരത്തി എടുക്കാറുണ്ട്, പെട്ടെന്ന് കഴിയാറുണ്ട്. പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല, എൻ്റെ തിരക്ക് കാരണം എനിക്കിന്ന് ലേശം വെള്ളം കൂടിപ്പോയത് കാരണം ഞാൻ പരത്തിയെടുക്കാൻ വല്ലാതെ പാടുപെട്ടു. അതിങ്ങനെ പറ്റിപ്പിടിക്കുന്ന കാരണം. പിന്നെ ഞാൻ ചപ്പാത്തിയും പൂരിയെല്ലാം പരത്തുന്നത് എണ്ണയിലാണ്. ഞാൻ പൊടിക തൊട്ടിട്ടൊന്നും ചപ്പാത്തി പരത്താറില്ല. പൂരി ആയാലും എൻ്റെ ചെറിയൊരു കിച്ച് പ്രോബ്ലം വന്നിട്ടുണ്ട്, തണുപ്പാണെന്നറിയില്ല, അതുകൊണ്ടാണ് ചെറുങ്ങനെ ഇടങ്ങാറാകുന്നത്. അപ്പോൾ ചപ്പാത്തിയും പൂരിയെല്ലാം പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ചപ്പാത്തി നമ്മൾ പൂരിയൊക്കെ കുഴച്ചിട്ട് പരമാവധി പൊടി ഒഴിവാക്കിയിട്ട് ഓയിലിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. നമ്മൾ പരത്തുന്ന പലകയിൽ അത്യാവശ്യം ഓയിൽ തടയിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. ഞാൻ ചിക്കൻ നല്ല ഡ്രൈ ആയിട്ട് അവന് ഗ്രില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെയ്ച്ചോറുമാണ് ഇന്ന് അവൻ്റെ ലഞ്ച് ബോക്സിൽ വെക്കുന്നത്. എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, എൻ്റെ വരുന്ന വീഡിയോസ് എല്ലാം കാണാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുതേ. ഓക്കേ.